നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണക്കടുത്ത് കരിങ്കല്ലത്താണിയിൽ എക്കോ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് സ്വിമ്മിംഗ് പൂൾസ് ചെയ്തിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് സൈറ്റിലാണ്. ഒരു എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവില് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റോൺ ലേ ചെയ്തിട്ടുണ്ട്. ഈ ലേയിങ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലോട്ടിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ പ്ലോട്ടിൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് സിറ്റ് ഔട്ട് ഭാഗത്തേക്ക് വരാതെ ഡ്രെയിൻ ഓഫ് ചെയ്യുന്ന രീതിയിലാണ് നമുക്കിവിടെ അലൈൻമെന്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഗ്രാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗ്രാസ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഈ ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നായിട്ട് നമ്മുടെ ഗേറ്റിലേക്ക് പോകേണ്ട ഗേറ്റ് ഓട്ടോമേഷന് വയറുകൾ പോകേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ കേബിൾ പുറത്തുനിന്ന് ഇങ്ങോട്ടുള്ളത് വരേണ്ടി വരും. അതുപോലെ വൈഫൈ കണക്ഷൻ കാര്യങ്ങളൊക്കെ അണ്ടർഗ്രൗണ്ട് കേബിളായിട്ട് വരേണ്ടി വരും. അതുപോലെ ലൈറ്റുകൾ, ഇത്തരം പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ശേഷം വേണം ഈ വർക്ക് വരേണ്ടത്. ഇല്ല എങ്കിൽ പിന്നീട് നമുക്കതൊരു മെയിൻ്റനൻസ് പണിക്ക് വേണ്ടിയിട്ട് ഇത് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക്. ലേഡീസ് പെർസ്പെക്റ്റീവില് ഒരു കാര്യം പറയട്ടെ. ഇവിടെ നമ്മൾ ഗ്രാസ് ഇങ്ങനെ ഒരൊറ്റ ലെങ്തിലാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ റീസൺ എന്താണെന്ന് അറിയാം? ഒരു സിമ്പിൾ ആവുക എന്നുള്ള അർത്ഥത്തിൽ ചെയ്തതായിരിക്കാം. അങ്ങനെ ആവാം. പക്ഷെ സ്റ്റോണിന്റെ ചുറ്റും ഗ്രാസ് ചെയ്താലുള്ള ഒരു ബുദ്ധിമുട്ട് ലേഡീസിനാണ്. അവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടിച്ചു വരുന്ന സമയത്തൊക്കെ അതില് ഓരോന്നിലും കുടുങ്ങി. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവില് സിമ്പിൾ ആയിട്ട് ഒരു ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു യൂസർ പെർസ്പെക്റ്റീവില് നല്ലൊരു ആഡ് ഓൺ പോയിന്റ് ആണ്. അനക്സിം എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയ്ത ഈ ഒരു പ്രോജക്ടിന്റെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എക്കോ സ്റ്റോൺസ് ആൻഡ് പൂൾസ് ലാൻഡ്സ്കേപ്പിംഗ് കമ്പനിയാണ്. അതിന്റെ MD ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ജാസിം ഭായ്, ഇത് ഏകദേശം 3500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. നമ്മൾ ഒരു 6000 സ്ക്വയർ ഫീറ്റ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും നാച്ചുറൽ സ്റ്റോൺ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഗാർഡൻ ഏരിയ വളരെ കുറച്ചിട്ട് അത് പാർട്ടിയുടെ പ്രിഫറൻസ് പ്രകാരം നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയയിൽ നാച്ചുറൽ സ്റ്റോൺ ആണ് കൂടുതൽ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോമ്പൗണ്ട് വാള്, ഷോ വാള്, പാച്ചിയോ ഇവയ്ക്കൊക്കെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ലുക്ക് നൽകാൻ യൂസ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണ് RR ക്ലാഡിങ്. ഡെഫിനറ്റ്ലി ഇപ്പൊ ഇവിടെ ഈ സൈറ്റിൽ എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിന്റെ ഈ ഒരു നാച്ചുറൽ കളർ, ഇപ്പൊ ഇവിടെ ഒരു വുഡൻ തീമിലേക്ക് ഈ ഒരു കളറും കൂടെ സിങ്ക് ആകുന്ന സമയത്ത് നല്ല അടിപൊളി ലുക്കാണ് ഇത് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് സംബന്ധമായ പ്രൊഫഷണൽ സേവനങ്ങൾക്ക് എക്കോ ലാൻഡ്സ്കേപ്പ് സ്റ്റോൺ ആൻഡ് പൂൾസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം.